ഹലോ ഫ്രണ്ട്സ്, ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതായത് നമുക്ക് ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ക്ലാസ്സിനകത്ത് എങ്ങനെ കൺസ്ട്രക്ടർ വയ്ക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. എന്നിട്ട് ക്ലാസ്സിൻ്റെ പേര് ഇവിടെ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഞാനിവിടെ ഇപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നു. അതിനുശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്. ഇനി നമുക്കിതിനകത്ത് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിളാണ്. നമുക്കപ്പോൾ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രോപ്പർട്ടീസ് പേര് കൊടുക്കാം. ഇവിടെ നെയിം എന്ന് പറയുന്നു. ഇവിടെ അതിൻ്റെ ടൈപ്പ് ഇവിടെ പറഞ്ഞു കൊടുക്കുക, സ്ട്രിങ്. ഇനി നമുക്ക് ഏജ് എന്ന് പറയുക. അതിൻ്റെ ടൈപ്പ് നമുക്ക് നമ്പർ ആണെങ്കിൽ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യും. കൺസ്ട്രക്ടർ എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്ടർ ഒരു ഫംഗ്ഷനാണ്. അത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടും. എപ്പോഴാണോ നമ്മൾ ഈ ക്ലാസ് വെച്ച് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അന്നേരം ഈ വാല്യൂസ്, ഈ നെയിമും ഏജൊക്കെ ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്കൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. കൺസ്ട്രക്ടറിൻ്റെ വിസിബിലിറ്റി എപ്പോഴും പബ്ലിക് ആയിരിക്കണം. കൺസ്ട്രക്ടറിൻ്റെ പേര് കൺസ്ട്രക്ടർ തന്നെ ആയിരിക്കണം. ഈ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ ഗെറ്റ് ചെയ്യേണ്ട വാല്യൂസ് പറയേണ്ടത്. ഇവിടെ നമുക്ക് നെയിം തന്നെയാണ് ഗെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ടൈപ്പ് സ്ട്രിങ്, അതുപോലെ തന്നെ ഏജ്, ടൈപ്പ്, നമ്പർ. ഇനി നമുക്കത് ആ വാല്യൂവിലോട്ടത് വെച്ച് കൊടുക്കാം. ഈ ക്ലാസ്സിൻ്റെ നെയിമിലോട്ട് പുറത്തു നിന്നുള്ള നെയിം, രണ്ടിൻ്റെയും പേര് നെയിം തന്നെ. അപ്പം നമുക്ക് ക്ലാസ് വേരിയബിളിൻ്റെ പേര് ദിസ് എന്ന് ചേർത്ത് വിളിക്കാം. ഇപ്പോൾ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്തുള്ള നെയിം. ഇവിടെ വെറുതെ നെയിം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പുറത്തു നിന്നുള്ള നമ്മൾ ഇപ്പോൾ ഒരു യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പാസ് ചെയ്യുന്ന നെയിമാണ് ഈ നെയിം. അതുപോലെ തന്നെയാണ് ഏജിൻ്റെ കാര്യം. ദിസ് ഡോട്ട് ഏജ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടി കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പുറത്തു നിന്നുള്ള ഏജ് വെച്ച് കൊടുക്കുന്നു. സോ നമ്മുടെ കൺസ്ട്രക്ടർ കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗെറ്ററും സെറ്ററുമാണ്. നമുക്കൊരു വാല്യൂ ഗെറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും. അതായത് കൺസ്ട്രക്ടർ വെച്ച് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ നമുക്ക് മാറ്റണമെങ്കിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗെറ്ററും സെറ്ററും ഉപയോഗിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഗെറ്റ് നെയിം എന്നുള്ളത് അല്ലെങ്കിൽ ഗെറ്റ് ഏജ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പറയുക പബ്ലിക് ഗെറ്റ് നെയിം. അതായത് ഇതിനകത്ത് വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോവാണ്. സോ ഇത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടൈപ്പ് നമ്മളിവിടെ പറയുക സ്ട്രിങ് ആണ്. നെയിം ഗെറ്റ് ചെയ്യുന്നെങ്കിൽ സ്ട്രിങ് എന്ന് പറയുക. അതിനുശേഷം നമ്മളിവിടെ റിട്ടേൺ പറയുക, റിട്ടേൺ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുക. ഇനി നമുക്ക് ഇതിപ്പോൾ ഗെറ്റർ എന്ന് പറയും, ഗെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു സെറ്റർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പബ്ലിക് വിസിബിലിറ്റി പറയുന്നു, സെറ്റ് നെയിം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സെറ്റർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ സെറ്റ് നെയിം പറയുന്നു. നമ്മൾ ഏജ് ആണ് ഗെറ്റ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് ഏജും സെറ്റ് ഏജും അങ്ങനെയാണ് ഗെറ്ററും സെറ്ററും വരുന്നത്. അപ്പം നമ്മളിവിടെ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു നെയിമാണ് ഗെറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ അതിൻ്റെ ടൈപ്പ് കൂടെ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ദിസ് ഡോട്ട് നെയിമിലോട്ട് കൺസ്ട്രക്ടർ പറഞ്ഞ പോലെ ഈ പുറത്തു നിന്നുള്ള നെയിം വെച്ച് ചേഞ്ച് ചെയ്യുക. ഇനി ഇതിനകത്ത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഏജും ഗെറ്ററും സെറ്ററും വെച്ച് ചെയ്യാം. ഇപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയുള്ളൊരു ഗെറ്ററും സെറ്ററും ഏജിന് വേണ്ടി ചെയ്യുക. ഇനി നമുക്കതൊന്ന് കമ്പൈൽ ചെയ്യാം. ഇവിടെ TSC ക്ലാസ് ഡോട്ട് TS ആണ്, ഇങ്ങനെയാണ് കമ്പൈൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് എററൊന്നുമില്ല. നമുക്ക് ഇനി റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നോഡാണ് ഉപയോഗിക്കേണ്ടത്. ക്ലാസ് ഡോട്ട് JS. ഈ TSനെ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് JS ഫയൽ ക്രിയേറ്റ് ആകും. ഇപ്പോൾ നമുക്ക് എററൊന്നുമില്ല വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ഉപയോഗിക്കുക. നമ്മളിവിടെ ലെറ്റ്, ഇവിടെ നമ്മൾ പറയുന്നു P1 ഈക്വൽസ് ആദ്യത്തെ ഒരാളെ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ പേഴ്സൺ കോൾ ചെയ്യുക. പാരാമീറ്റർ കൊടുക്കുക. രണ്ട് പാരാമീറ്ററാണ് കൊടുക്കേണ്ടത്, നെയിമും ഏജും. ഞാനിവിടെ അരുൺ എന്ന് പറയുന്നു, പേര് കൊടുക്കുന്നു. ഇവിടെ ഞാൻ വയസ്സ് നമ്പറാണ്, നമുക്ക് കോഡ്സ് ഒന്നും വേണ്ട, 25 എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് എന്തായി, നമ്മുടെ വാല്യൂസ് സെറ്റ് ചെയ്തു. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് P1 ഡോട്ട് ഗെറ്റ് നെയിം. നമുക്ക് നെയിം ഏജ് പറയാം. ഇപ്പോൾ ഞാനിവിടെ ഗെറ്റ് നെയിം പറയുന്നു. അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടുമെന്ന് നോക്കാം. അതൊന്ന് പ്രിൻ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ P1ൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അപ്പം
അതിനുശേഷം ഞാനിവിടെ സെറ്റ് നെയിം കുമാർ എന്നാക്കുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും അതൊന്ന് പ്രിൻ്റ് ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കുന്നു. b1 ഡോട്ട് ഗെറ്റ് നെയിം പറയുന്നു. ഇതൊരു ഫംഗ്ഷനാണ്. ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റുകൾ സെമിക്കോൺ. സേവ് ചെയ്യുക. നമുക്ക് ഇനി ഒന്നുകൂടെ കമ്പൈൽ ചെയ്യാം. TSC ക്ലാസ് TS എററൊന്നുമില്ല. നമുക്കൊന്ന് റൺ ചെയ്യാം. നോഡ് ക്ലാസ് ഡോട്ട് JS നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്ക് ആദ്യത്തെ പേര് നമുക്കറിയാം, അരുൺ എന്നായിരുന്നു. പിന്നീട് നമ്മൾ സെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ സെറ്റർ വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് കുമാർ എന്നാക്കി. അതിന് ശേഷം നമ്മൾ ആ കുമാർ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ക്ലാസ്സിൻ്റെ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.